ഹലോ എവരി വൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അധ്യാപകരാവാൻ ആഗ്രഹിച്ചിരുന്നവർ കാത്തിരുന്നൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു LP-UP നോട്ടിഫിക്കേഷനൊക്കെ വന്നു. അപ്ലൈ ചെയ്യണ തിരക്കിലായിരിക്കും എല്ലാവരും, അതുപോലെ പഠിക്കുമ്പോൾ തിരക്കിലുമായിരിക്കും എല്ലാവരും. സിലബസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അടിസ്ഥാനപരമായ സിലബസേ ഉള്ളൂ. ചിട്ടയായ ഒരു പഠനത്തിലൂടെ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ്. നിയമന സാധ്യത ഒരുപാടുള്ളൊരു പരീക്ഷയാണ് ഈ LPSA UPSA എന്നുള്ള പരീക്ഷ. HSAനേക്കാളും HSSTനേക്കാട്ടിലും ഒരുപാട് പേർ എഴുതുന്നതുമായൊരു പരീക്ഷയാണ് LPSA UPSA എക്സാം. അപ്പോൾ ഇപ്പോൾ നിലവിലെ ഒരു കേരളത്തിലെ ഒരു സിനാരിയോ വെച്ചിട്ട് കോളേജുകളിൽ ഡിഗ്രി പിന്നെയും PG കോഴ്സുകളൊക്കെ പഠിക്കാനുള്ള സീറ്റുകൾ ഒരുപാട് വേക്കൻ്റായി കിടക്കുകയാണ്. ആയതുകൊണ്ട് ഈ MPhil PhD അല്ലെങ്കിൽ മുതലായ ഹയർ ക്വാളിഫിക്കേഷൻസ് നേടിയവർ പോലും, അവർക്ക് BEd ഉണ്ടെങ്കിൽ അവർ പോലും എഴുതുന്നൊരു പരീക്ഷയാണ് ഈ LPSA UPSA എന്ന് പറയുന്ന പരീക്ഷ. അതായത് വളരെ അട്രാക്റ്റീവായൊരു സാലറി പാക്കേജ്, പിന്നെ ടെൻഷൻ ഫ്രീ ആയൊരു ജോലി, അല്ലേ, മാസത്തിൽ 35,000 രൂപ വരുന്ന സാലറി, ഇൻക്രിമെൻറ്റുകൾ എല്ലാം കൂടി നല്ലൊരു സാലറി പാക്കേജ് വരും. നമ്മുടെ ജോലിയും വളരെ ടെൻഷൻ ഇല്ലാത്തൊരു ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ MPhil PhD മുതലായ ഹയർ ഡിഗ്രീസ് എടുത്തവർ പോലും ആഗ്രഹിക്കുന്ന ഒരു ജോലിയായി മാറിയിട്ടുണ്ട് LPSA UPSA എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ MPhil PhD എന്ന് പറയുന്നത് പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന ഗണത്തിലാണ് പെടുക. ഈ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷനായ MPhil PhD നമ്മൾ പ്രൊഫൈലിൽ ആഡ് ചെയ്താൽ മാത്രം മതിയോ? അതാണ് നമ്മുടെ ചോദ്യം. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, താഴെ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിലുണ്ടായിരിക്കും വെദർ നമുക്ക് MPhil PhD ഉള്ളത് ആളാണോ, ആണെങ്കിൽ അത് യെസ് ആണോ അതിലെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വെറുതെ പ്രൊഫൈലിൽ MPhil PhD നേടിയെന്ന് മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ പോരാ. നമ്മളത് നമ്മുടെ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷനിലേക്ക് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ പ്രൊഫൈൽ കറക്ഷൻ വിൻഡോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി നമ്മുടെ മൊബൈലിലേക്കൊരു OTP വരും. ആ OTP വെച്ച് നമ്മൾ ഈ പ്രൊഫൈൽ കറക്ഷൻ വിൻഡോയിലോട്ട് പോകണം. അതിനുശേഷം നമ്മൾ ഈ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷനായ MPhil PhD മുതലായ കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യണം. കഴിഞ്ഞോ? ഇല്ല. അങ്ങനെ ചെയ്താൽ മാത്രം പോരാ, ഡിക്ലറേഷനിലും കൂടി പോയി ഈ ഡിക്ലറേഷനിൽ നമുക്ക് ഇതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടാൻ യെസ് എന്ന ഒരു ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് നമ്മൾ LPSA UPSA മുതലായ ഈ പരീക്ഷ അപ്ലൈ ചെയ്ത് നമ്മൾ ജില്ല കൊടുക്കുന്നു, അല്ലേ, നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മളതിൽ ആഡ് ചെയ്യും. നമ്മൾ എക്കോണമിക്കലി വീക്കർ സെക്ഷൻ ആണോ അല്ലയോ എന്നെല്ലാം ആഡ് ചെയ്ത് ലാസ്റ്റ് വരുന്ന ഭാഗത്ത് ഈ വെദർ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇത് ഉള്ളവർ, ഈ ഡിഗ്രീസ് നേടിയവർ ഉറപ്പായും അത് ശ്രദ്ധിക്കണം. അത് യെസ് തന്നെയാണോ അതിൽ വന്നിരിക്കുന്നത് എന്ന്. ഇല്ലെങ്കിൽ നമ്മൾ ഞാൻ ഈ പറഞ്ഞ പ്രൊഫൈൽ കറക്ഷൻ വിൻഡോയിൽ പോയി അത് മാറ്റേണ്ടതാണ്. കാരണം നിലവിലിപ്പോൾ ഈ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷനിൽ അഡീഷണൽ മാർക്കൊന്നുമില്ല എങ്കിൽ പോലും ഒരു ഡിഗ്രി, ആ ഒരു MPhilോ PhD ഉള്ള ഒരാളും ഇല്ലാത്തൊരാളും നമ്മൾ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായും അവിടെ ഒരു കോമ്പറ്റീഷൻ വരും. അന്നേരം ഉള്ള ആൾക്ക് തന്നെയാണ് മുൻഗണന ലഭിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണം നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റിലും ഈ ജോലിയിൽ കയറുന്നതിലുമുള്ള ഒരു ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം, അതായത് ഈ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ പ്രൊഫൈലിൽ ആഡ് ചെയ്തിട്ടുണ്ടോ, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഈ ഹയർ ഡിഗ്രീസ് നേടിയ ഓരോരുത്തരും ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിലുള്ള പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ തന്നെ പോട്ടെ. മാക്സിമം MCQs സോൾവ് ചെയ്ത്, വളരെ അടിസ്ഥാനപരമായൊരു സിലബസ് ആണ് നിലവിലുള്ളൂ എങ്കിൽ പോലും കോമ്പറ്റീഷൻ ലെവൽ കൂടുതലാണ്, അല്ലേ, എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലാണ്. ഇതെല്ലാം മനസ്സിൽ വെച്ച് നമ്മളും ആ ഒരു കോമ്പറ്റീഷൻ ലെവലിലോട്ട് ഉയർന്നിട്ട് വേണം ഈ പറയുന്ന വളരെ അട്രാക്റ്റീവായൊരു സാലറി പാക്കേജ് ഉള്ള, വളരെ ടെൻഷൻ ഫ്രീ ആയ, മാന്യമായ, സമൂഹത്തിൽ ടീച്ചർ എന്ന ആ ഒരു നിലവാരമുള്ള ആ ഒരു ജോലിയിലോട്ട് നമുക്ക് കടക്കണമെങ്കിൽ ഈ ഒരു ചിട്ടയായ പഠനം എന്തായാലും നിങ്ങൾ നിലനിർത്തണം. അതിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.